രാത്രിയും പകലും ഒരു സിഗ്നൽ ഉണ്ടാവാൻ വേണ്ടി കഴിച്ചു ആൾക്കാർ പറ്റിയിട്ടുണ്ട്. ഒരു കാന ഉണ്ടായില്ല, ഞങ്ങൾ ഇവിടുന്ന് കുത്തിയിരുന്ന ഒരു കാന ഇവിടെ വെള്ളം പോയിട്ട് കാന ഉണ്ടാക്കാൻ ആലോചിച്ചു. കാലം മൊത്തം എടുക്കാൻ ഒഴുകി പോയിരുന്നു. ഡെപ്യൂട്ടികളൊക്കെ കളക്ടർ വന്നാണ് ഞങ്ങൾ അവിടെ നേരിട്ട് ഓടിയിട്ട് സാധനം കാലാവുന്ന പറഞ്ഞു. അങ്ങോട്ട് പോയിട്ടില്ല. ഈ ഒരു പുസ്തകം ആ മണ്ണിട്ട് കൊടുത്താൽ തിരിഞ്ഞിട്ടില്ലോ ഒരു പ്രശ്നമില്ല. പറയുന്നു കരയാമ്പറമ്പ് പ്രദേശത്തെ എല്ലാ ജനങ്ങളെയും ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ട്രാഫിക് പരിഷ്കരണമാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഈ രാത്രി വെളുപ്പിന് 2 മണി സമയത്ത് ഇവിടെ MVD ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള ഹൈവേ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഇവിടെ എത്തിയത്. നമുക്കറിയാം, ഇത് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞ ജനങ്ങളെല്ലാവരും ഈ സിഗ്നലിനെ ആശ്രയിച്ചാണ് അങ്കമാലി ഭാഗത്തേക്ക് പോകുന്നത്. പുളിയനം ഭാഗത്തുനിന്ന് വരുന്നവർ മുതൽ എല്ലാവർക്കും കടന്നു പോകാനുള്ള ഒരു മാർഗമാണ് ഈ സിഗ്നൽ. ഈ സിഗ്നൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മറ്റ് സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കേണ്ടത്. ആ സംവിധാനങ്ങളൊന്നും ഒരുക്കാതെ നേരെ വന്ന് റോഡ് ക്ലോസ് ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും ഏത് പാതിരയ്ക്കാണെങ്കിലും ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനെതിരെ ശബ്ദിക്കാനായിട്ട് എപ്പോഴും ഉണ്ടാവുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഈ പാതിരാത്രി നേരത്ത് ഉറക്കം വച്ച് ഇവിടെ ആളുകൾ കൂടേണ്ടി വന്നിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ ബന്ദിയാക്കുന്ന ഒരു പരിഷ്കാരം NHന്റെ ഭാഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിന് നമ്മൾ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലെല്ലാം ആരും എതിരല്ല. പക്ഷെ നടപ്പിലാക്കപ്പെടുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കം നടത്താതെ ജനപ്രതിനിധികള്, വാർഡ് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോടെ ഉണ്ട്. ഇത്തരം ആളുകളോട് കൂടിയാലോചിച്ച് ഒരു പ്രദേശം ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ആ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെയുള്ള നിലപാടാണ് ഇവിടെ NH അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏത് ഉത്തരവിന്റെ പുറത്താണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് സഹായകരമല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ വന്നാൽ അതിനെ ശക്തമായി നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇവിടെ NH അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ NHന്റെ കരയാമ്പറമ്പ് ഭാഗത്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ബൈ റോഡിന്റെ പണി പലയിടത്തും പൂർത്തീകരിക്കാതെ വളരെ ഇടുങ്ങിയ സ്ഥിതിയിലാണ് ഈ എളവൂർക്കാവില മുതൽ ഈ കരയാമ്പറമ്പ് വരെ ആ റോഡ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്ലാബിടാതെ ആ കാനകളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇത്തരത്തിൽ അപകടകരമായ സ്ഥിതിവിശേഷം NHന്റെ ഒരു ഭാഗത്തും നിലനിൽക്കുമ്പോൾ പരിഷ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ട്രാഫിക് പരിഷ്കാരത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുമായി കൂടിയാലോചിക്കുന്നതിന് ആവശ്യമായ സമീപനം ഉണ്ടാകണം. അവരുടെ പ്രതിനിധികളായിട്ടുള്ള പ്രസിഡന്റ് അടക്കം വരുന്ന വാർഡ് മെമ്പർമാരടക്കം വരുന്ന ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഫലപ്രദമായ ഒരു സംവിധാനം ഉണ്ടാകണം. ഈ പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നതിന് ആവശ്യമായ സൗകര്യം ഈ കരയാമ്പറമ്പ് ജംഗ്ഷനകത്തുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനും പ്രധാനപ്പെട്ട പഞ്ചായത്തിന്റെ മൂക്കന്നൂർ പഞ്ചായത്തിലേക്ക് തിരിയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. അവിടെയെല്ലാം വാഹനങ്ങൾ സുഗമമായി പോകുന്നതിന് ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങൾ അടച്ചു കളഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ശക്തമായി നമുക്ക് പ്രതികരിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനായിട്ട്. ഇവിടെ കരയാമ്പറമ്പ് ഈ സിഗ്നലിന്റെ സ്ഥലത്തിപ്പോ ഈ പാതിരാത്രി ഞങ്ങൾ എത്തിച്ചേരേണ്ടി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയും MLAയും MP ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ സിഗ്നൽ ജംഗ്ഷനിൽ
ഒരു പുതിയ ട്രാഫിക് പരിഷ്കാരം നടത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. നേരത്തെ ഓഫീസൊക്കെ പറഞ്ഞോണം, ട്രാഫിക് പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഇവിടെ നിലവിൽ ഈ NHന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ NHന്റെ സാധാരണ 45 മീറ്ററിന്റെ വീതി കൂടുതൽ 65 മീറ്ററോളം വീതി എടുത്ത് ഇവിടെ ഒരു ട്രാഫിക് ഐലൻഡ് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സ്ഥലമാണിത്. അതിനുവേണ്ടി കുടിയിറക്കപ്പെട്ട ആളുകളും കെട്ടിടങ്ങളും നിരവധിയാണ്. അത്തരം ആളുകളുടെ ഇത് അക്വയർ ചെയ്ത് ഈ ഭൂമി സ്വന്തമാക്കി NH എടുത്തിട്ട് ഒരു ട്രാഫിക് ഐലൻഡ് രൂപീകരിച്ച് വണ്ടികൾ യൂട്ടേൺ എടുത്ത് പോകാനുള്ള ഒരു ലാൻഡിംഗ് സ്പേസ് രൂപപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട സൗകര്യത്തെ പറ്റി ആലോചിക്കുന്നതിന് പകരം നിലവിൽ ഇപ്പൊ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാൻ കഴിയുന്ന സൗകര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു പരിഷ്കാരം നടത്താൻ വന്നപ്പോൾ ഞങ്ങൾക്ക് അതിന് തടയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ തടയല് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇനി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ആ സിഗ്നൽ സംവിധാനം നിലവിലുള്ളത് തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ബന്ധപ്പെട്ട അധികാരികളും മന്ത്രിയും ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിന് വേണ്ട ഒരു സിഗ്നൽ ഐലൻഡ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു ട്രാഫിക് പരിഷ്കാരമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. അല്ലാതെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഈ പരിഷ്കാരത്തെ ഞങ്ങൾ എതിർക്കുകയാണ്. അത് കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട സഹായങ്ങൾ ചെയ്ത് ഇവിടുത്തെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു കാര്യങ്ങൾ ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് ഈ പ്രദേശവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, അതായത് ഇവിടെ ഇപ്പോൾ ഈ സിഗ്നൽ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് അങ്കമാലി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു യൂട്ടേൺ ഉള്ളത്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അങ്കമാലി ഭാഗത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതൊരു നല്ല രീതിയിൽ ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ബ്ലോക്ക് ചെയ്തിട്ട് അവര്, അതായത് ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. ഇതിക്ക് മുമ്പായിക്കോട്ടെ ഈ സിഗ്നലിൽ ഒത്തിരി അപകടങ്ങൾ നടന്നിട്ടുണ്ട്, ഇതിന് ഒത്തിരി പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്ന നിലയിൽ ചെയ്യുന്നതിന് പകരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് നോക്കുന്നത്.